الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സ്വഹാബത്ത് പലപ്പോഴായി ചോദിക്കുന്ന ചോദ്യമാണ്, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലിംനി ബിമാ അല്ലമകല്ലാഹ്, അബ്നി യാ റസൂലല്ലാഹ്, സവ്വിദ്നി ദുല്ലനി ബിഅമലിൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ. ഇതെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ വസിയത്ത് നൽകണം, താങ്കൾ ഞങ്ങളെ പഠിപ്പിക്കണം, താങ്കൾ ഞങ്ങൾക്ക് വഅദ് ഉപദേശം നൽകണം, താങ്കൾ ഞങ്ങളെ അറിയിച്ചു നൽകണം എന്നിത്യാദിയുള്ള ചോദ്യങ്ങളാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൽമ പഠിക്കാനുള്ള അവരുടെ താൽപര്യത്തിൽ നിന്നും സ്വർഗം നേടാനുള്ള അവരുടെ അടങ്ങാത്ത മോഹത്തിൽ നിന്നുമാണ് ഈ ചോദ്യമുണ്ടാകുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ നേതാക്കന്മാർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു ഓടി വരുന്നത്. സൂറത്ത് അബസയുടെ ഇതിവൃത്തം അതാണ്. അദ്ദേഹം ഓടി വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പറയുന്നത്, അല്ലിംനി ബിമാ അല്ലമകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യം എനിക്കും പഠിപ്പിച്ചു തരൂ റസൂലേ, അല്ലാഹു നിങ്ങൾക്ക് ഓതിത്തന്ന കാര്യം എനിക്കും നിങ്ങൾ ഓതിത്തരൂ റസൂലേ എന്നാണ് അദ്ദേഹം ചോദിച്ചു വരുന്നത്.
സ്ത്രീകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞതും നമുക്കെല്ലാവർക്കും അറിയാം. റസൂലേ, പുരുഷന്മാർ മതം പഠിക്കുന്നത് പോലെ ഞങ്ങൾക്കും വേണം മതം പഠിക്കുക. അതുകൊണ്ട് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്കായിട്ട് നിങ്ങൾ ഒരു സമയം മാറ്റിവെക്കണമെന്ന് സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ആവശ്യപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുരുഷന്മാരും ബലഹീനതയുള്ളവരും സ്ത്രീകളും തുടങ്ങി എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു, വസിയത്ത് നൽകുമായിരുന്നു. വളരെ അർത്ഥഗർഭമായ, ആശയസമ്പുഷ്ടമായ, ജീവിത വിജയത്തിന് നിദാനമായ, നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭദ്രതയ്ക്ക് അനിവാര്യമായ നിരവധി ഉപദേശങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന് നൽകിയിട്ടുണ്ട്. മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം അഹ്മദ് അതുപോലെ തന്നെ ഇബ്നു മാജ എല്ലാം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അഗ്നി വഔജിസ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏറ്റവും സുവ്യക്തമായ നിലക്ക്, സമ്പൂർണമായ നിലക്ക്, ഏറ്റവും വിലപിടിപ്പുള്ള ഉപദേശം താങ്കൾ എനിക്ക് നൽകിയാലും, മറ്റൊരു ഹദീസിലുള്ളത് അല്ലിംനി, നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നാലും എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് കൊടുത്ത 3 ഉപദേശം വളരെ സുപ്രധാനമാണ്. നമ്മളെല്ലാവരും നെഞ്ചേറ്റേണ്ട ഉപദേശമാണ്. അവിടുന്ന് ആദ്യമായി പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, താങ്കൾ നമസ്കരിക്കാൻ വേണ്ടി എണീക്കുകയാണെങ്കിൽ ഒരു വിടവാങ്ങൽ നമസ്കാരം പോലെയായിരിക്കണം താങ്കൾ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ ഉപദേശം. സഹോദരങ്ങളെ, എത്ര മയ്യത്തുകൾ നമ്മൾ കൊണ്ടുപോയി കബറടക്കി. മരണം സംഭവിക്കുന്നത് 2 നമസ്കാരത്തിന്റെ ഇടയിലാണ്. ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി മരണപ്പെട്ടു. അസറിന് ശേഷമായിരുന്നു അവരുടെ മയ്യത്ത് നമസ്കാരം. മയ്യത്ത് വരാന്തയിൽ വെച്ച് ആളുകളെല്ലാം പള്ളിയിൽ കയറി നമസ്കരിച്ചതിന് ശേഷമാണ് ആ മയ്യത്തെടുത്ത് മയ്യത്ത് നിസ്കരിക്കുന്നത്. പള്ളിയിൽ കൂടിയിരുന്ന് പള്ളിയിൽ നിസ്കരിക്കുന്നവരുടെ കൂടെയുണ്ടായിരുന്ന ഒരാൾ നിസ്കാരമില്ലാതെ, ജീവനില്ലാതെ വരാന്തയിൽ കിടക്കേണ്ട ഒരവസ്ഥയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ഈ ലോകത്തിന്റെ ആദ്യത്തെ ആരംഭം മുതൽക്ക് ലോകത്തിന്റെ അവസാനം വരെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര സമയം ഈ പ്രപഞ്ചത്തിന് ആയുസ് നൽകിയിട്ടുണ്ടോ അതിൽ വളരെ നിസ്സാരമായ, അതിൽ അടയാളപ്പെടുത്താൻ പോലും കഴിയാത്ത അത്രയും നിസ്സാരമായ ഒരു ഏജ് മാത്രമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ നമസ്കാരം, നമ്മുടെ ആരാധനയിൽ ഏറ്റവും മികവുറ്റ ആരാധനയായ നമസ്കാരം നാം നിർവഹിക്കുമ്പോൾ, നെഞ്ചത്ത് കൈകെട്ടിവെച്ച് നിൽക്കുമ്പോൾ ശ്രദ്ധ പോകുന്നു, ചിന്ത പലയിടങ്ങളിലും പോകുന്നു, അല്ലേ? നമുക്ക് പരാതിയാണ്, നമസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു റാഹത്ത് ലഭിക്കുന്നില്ല. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും ഇതിന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന ബോധമുണ്ടാകണം. ആ ബോധമുണ്ടാകുമ്പോൾ നമസ്കാരം ശരിയാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, ഉദ്കുരിൽ മൗതു ഫിസ്സലാഹ്, നമസ്കാരത്തിൽ നിങ്ങൾ മരണത്തെ ഓർക്കണം, അത് നിങ്ങളുടെ നമസ്കാരം നന്നാകാൻ ഏറ്റവും ഗുണകരമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇതെന്റെ അവസാനത്തെ നമസ്കാരമാകാം. സുഹൃത്തുക്കളെ, നമസ്കാരം ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ നമുക്ക് പറ്റിയാൽ, നമ്മുടെ കയ്യിലുണ്ടെന്ന് നാം പറയുന്ന ആരാധന അത് ഏറ്റവും ബലവത്തായ ആരാധനയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, താങ്കൾ അഹ്ലി കിതാബുകാരിലേക്കാണ് പോകുന്നത്, അവിടെ എത്തിയാൽ ആദ്യം പറയേണ്ടത് തൗഹീദാണ്. അതവർ അംഗീകരിച്ചാൽ നമസ്കാരത്തെക്കുറിച്ച് നീ അവരോട് കൽപ്പിക്കണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. തൗഹീദ് സാക്ഷാത്കരിച്ച ഒരു മനുഷ്യന്റെ അടയാളമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് നൂറാണ്. അസ്സലാത്തു നൂറുൻ, നമസ്കാരം നൂറാണ്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു, പരലോകത്ത് ആദ്യമായിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നത് നമസ്കാരമാണ്. ഫഇദാ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ്, നമസ്കാരം വൃത്തിക്ക് വെടിപ്പോടെ ഖുശൂഅോടെ
അതിന്റെ റുകൂഉം സുജൂദും ഇഅ്തിദാലും ശ്രദ്ധയോടെ നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ അഫ്ലഹ് വ അൻജഹ്, അവർ ഏറ്റവും വലിയ വിജയത്തിലാണ്. വ ഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിറ, ആരുടെയെങ്കിലും നമസ്കാരം ഫസാദായാൽ അവൻ പരാജയപ്പെടും, നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് ചോദ്യത്തിന് കൊണ്ടുവരുന്നത് നമസ്കാരമാണ്. ആ നമസ്കാരം തോന്നുമ്പോൾ ചെയ്യേണ്ടതല്ല, ആ നമസ്കാരം തോന്നിയ രീതിക്ക് ചെയ്യേണ്ടതല്ല, ആ നമസ്കാരം ആരുടെയെങ്കിലും നിർബന്ധത്തിന് വേണ്ടി ചെയ്യേണ്ടതല്ല, ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള ലാഭത്തിന് വേണ്ടി ചെയ്യേണ്ടതല്ല. ഭൗതികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ മാത്രം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പടച്ചറബിന്റെ അടുക്കലേക്ക് പോയി നമസ്കരിക്കേണ്ടതല്ല. റമദാനിന്റെ പകലുകളിലും രാവിലും മാത്രമുള്ളതല്ല നമസ്കാരം. ജീവനുള്ള കാലമത്രയും നമസ്കാരമുണ്ട്. രോഗിയാണെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാൻ, അതിന് പറ്റില്ലെങ്കിൽ കടന്ന് നമസ്കരിക്കാൻ, വെള്ളം തൊടാൻ പറ്റില്ലെങ്കിൽ തയമ്മും ചെയ്യാൻ, യാത്രയിലായിരിക്കുമ്പോൾ ജംഉം കസുറും ചെയ്യാൻ, എന്തെങ്കിലും പ്രയാസവും പ്രതിസന്ധിയും അർജൻസിയും ഉണ്ടെങ്കിൽ 2 നേരത്തെ നമസ്കാരം ജംഉ തഖ്ദീമും ജംഉ തഅഖീറുമായി നിർവഹിക്കാൻ. എത്രത്തോളം എന്ന് വെച്ചാൽ രണഭൂമിയിൽ പോലും നമസ്കാരത്തിന് ഇളവില്ല. സ്വലാത്തുൽ ഖൗഫ്, ഭയമുള്ള സമയത്തുള്ള നമസ്കാരം, തണുപ്പുള്ള സമയത്ത്, പ്രളയമുള്ള സമയത്ത്, പകർച്ചവ്യാധിയുള്ള സമയത്ത്, എല്ലാ സമയത്തും നമസ്കാരമുണ്ട്. ഈവൻ ഒരു മനുഷ്യൻ നിശ്ചലമായി സ്ട്രോക്ക് ബാധിച്ച് കിടക്കുകയാണെങ്കിൽ പോലും അയാളുടെ മനസ്സ് ജീവസുറ്റതാണെങ്കിൽ ആ മനസ്സുകൊണ്ട് നമസ്കരിക്കാൻ നമ്മളോട് നിർദ്ദേശിച്ചു. നമസ്കാരത്തിലാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റത്. കുത്തേറ്റ് കുടൽമാന് പുറത്ത് ചാടിക്കിടക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരം പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ അവിടുന്ന് തളർന്നു വീണ് പ്രവാചകൻ രോഗിയായി 2 സഹാബത്തിന്റെ ഷോൾഡറിൽ കൈവച്ച് പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൾ മദീനയുടെ മണലിലൂടെ വേച്ച് പള്ളിയിൽ വന്ന ചരിത്രം വായിക്കുമ്പോൾ നമസ്കാരത്തിന്റെ പ്രാധാന്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അസ്സലാത്ത് 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 വമാ മലക്കത് അയ്മാനുക്കും, മരണത്തിന്റെ തൊട്ടു മുന്നോടിയായി അവിടുന്ന് പ്രവാചകൻ നമുക്ക് നൽകിയ ഉപദേശമാണ് അസ്സലാത്ത് അസ്സലാത്ത് അസ്സലാത്ത്. ഇന്ന് കല്യാണമാ, നിസ്കരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇന്ന് പരീക്ഷയാ, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് യാത്രയാ, ടൂറാ, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുണ്ടോ? കല്യാണം പടച്ചറബ് നൽകിയ അനുഗ്രഹമാണ്. സ്വന്തമായിട്ടൊരു വീട്, അതിന്റെ കുടിയിരിക്കുന്ന ദിവസം ജമാഅത്തിനെത്തിയിരിക്കണം. കാരണം വീടില്ലാത്ത എത്രയോ ആളുകൾ പ്രയാസപ്പെടുമ്പോൾ പടച്ചറബ് എനിക്കൊരു വീട് നൽകിയ ആ വീട് കുടിയിരിക്കുന്ന ദിവസമാണ്. അതാ പടച്ചറബ് വിളിക്കുന്നു, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ്. ഇന്ന് കുടിയിരിക്കല. ആളുകൾ ഒരുപാട് വരാനുള്ളതാ. കൈകൊടുക്കാൻ കോലായിൽ ഞാനില്ലെങ്കിൽ പ്രയാസമാ. അതിനേക്കാൾ വലുതാണ്, പടപ്പുകളെക്കാളും വലുതാണ് പടച്ചറബ്. ജീവനും വായുവും വെള്ളവും നൽകിയ പടച്ചറബ് അവൻ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ എന്ത് തിരക്കുണ്ടെങ്കിലും പോകാൻ നമുക്ക് സാധിക്കണം. സ്വന്തം വണ്ടി ഓടിച്ചു പോയാൽ പോലും ആളുകൾ ജമാഅത്തിന് വണ്ടി സൈഡാക്കുന്നില്ല. സ്വന്തം വാഹനം ഓടിച്ചു പോകുന്ന ആളുകൾക്ക് പോലും അതിന് സാധിക്കുന്നില്ല. എത്രയോ ആളുകൾക്ക് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ തന്നെയില്ല. മൻ തറക സ്വലാ, നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ ഫിർഔനിന്റെയും ഖാറൂനിന്റെയും കൂടെ നരകത്തിലായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരത്തിന് നേരത്ത് കൂർക്കം വലിച്ചുറങ്ങുന്നവന്റെ ശരീരത്തെ ആളുകൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കബറിലേക്ക് അടക്കം ചെയ്ത് 3 പിടി മണ്ണും വാരിയിട്ട് തസ്ബീഹും ചൊല്ലി തിരിച്ചു പോന്നാൽ പിന്നെയുള്ളത് തലഭാഗത്ത് വലിയൊരു പാറക്കല്ലുമായിട്ട് മലക്കുകൾ വന്ന് നിൽക്കുകയും ഇയാളുടെ തല ചതച്ചരക്കുകയും ആ പാറക്കല്ല് തിരിച്ചെടുക്കാൻ പോകുമ്പോൾ ഈ തല വീണ്ടും പഴയ രൂപത്തിലാവുകയും ലോകാവസാനം വരെ വലിയ പാറക്കല്ലുകൊണ്ട് ഇയാളുടെ തല എറിഞ്ഞുടക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, അതിന്റെ വേദന സഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു രംഗം കണ്ട് പേടിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോട് ചോദിച്ചു, എന്താണ് ഇയാൾക്ക് പറ്റിയത്? വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഉപദേശങ്ങൾ കിട്ടിയിട്ട് അതിനെ അവൻ അവഗണിച്ച് നിർബന്ധ നമസ്കാരത്തിന്റെ നേരത്ത് അവൻ കൂർക്കം വലിച്ചുറങ്ങി. നിഷ്കളങ്കമായി സ്വന്തം മനസ്സിനോട് ചോദിക്കണം, ഇന്നത്തെ സുബഹിന്റെ ജമാഅത്തിന് ഈ ഇരിക്കുന്ന മുഴുവൻ പുരുഷന്മാരും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഉണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ആ കാരണം
നമ്മുടെ ഖബറിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? ആ കാരണം പടച്ച റബ്ബിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുന്ന ആ നിമിഷം നമുക്ക് പറയാൻ സാധിക്കുമോ? ആ കാരണം നരകത്തിന്റെ തീജ്വാല നമുക്ക് നേരെ വീശുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുമോ നാം ന്യായമായി കാണുന്ന കാരണം? അതുകൊണ്ട് നമസ്കാരം ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. ആ നമസ്കാരം നിർവഹിക്കുമ്പോ എങ്ങനെയെങ്കിലുമല്ല, എന്നെ സൃഷ്ടിച്ച് എന്റെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ എന്റെ റബ്ബിനോട് സംസാരിക്കണം. അലാ ഇന്ന കുല്ലുക്കും മുനാജിർ റബ്ബഹു ഫിസ്സലാ. നിങ്ങൾ നമസ്കാരത്തിൽ നിങ്ങളുടെ റബ്ബുമായി സംസാരിക്കണം. ലോകത്ത് ആർക്കാണ് സുഹൃത്തുക്കളെ ഈ സ്വാതന്ത്ര്യമുള്ളത്? ലോകത്ത് ആർക്കാണ് ഈ ഒരു ഭാഗ്യം ലഭിച്ചത്? സൃഷ്ടിച്ച സൃഷ്ടാവിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് മുഅ്മിനീങ്ങളായ നമ്മൾ. അത് സന്തോഷത്തോടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കാൻ പോകുമ്പോൾ അവന്റെ മുഖം പ്രസന്നമായിരിക്കും, അവന്റെ മനസ്സ് ഹാപ്പിയായിരിക്കും, അവന്റെ ശരീരം ആവേശത്തിലായിരിക്കും. റബ്ബിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാനുള്ള ആ ഒരു ആവേശം അവനുണ്ടായിരിക്കുമെന്ന് മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ മുനാഫിക്കുകളുടെ സ്വഭാവം വിശദീകരിക്കവേ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമസ്കാരത്തിന്റെ ആ ഗൗരവം കാണാൻ, നമസ്കരിക്കുമ്പോൾ ഇത് അവസാനത്തെ നമസ്കാരമാണെന്ന മനസ്സിൽ നിർവഹിക്കാൻ നമുക്ക് പറ്റണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാ വത്തീബ്. ദുനിയാവിൽ പടച്ചറബ് നൽകിയ കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യമാരെയാണ്. രണ്ടെനിക്ക് സുഗന്ധമാണ്. ദുനിയാവിലെ നിഅമത്തായിട്ട് പടച്ചറബ് തന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യമാരെയും സുഗന്ധവുമാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ എന്നാൽ എനിക്ക് ഏറ്റവും കൺകുളിർമയുള്ളത് എന്റെ നമസ്കാരത്തിലാണ്. നിസ്കരിച്ചില്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നമുക്ക് അനുഭവിക്കണ്ട. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഗ്യാപ്പ് അല്ലേ? എന്നിട്ട് 4 ആളോട് പറയും ഉച്ചയ്ക്ക് ചോറയിച്ചില്ല, ഉച്ചയ്ക്ക് ചോറയിച്ചില്ല, ഉച്ചയ്ക്ക് ചോറയിച്ചില്ല. നമുക്ക് വല്ലാത്ത ഇടങ്ങേറാണ് അല്ലെ? ഇന്നലെ ഉറങ്ങിയില്ല. ആരോടൊക്കെ പറയാൻ ബാക്കി? എല്ലാരോടും പറ. സ്റ്റാറ്റസ് വെച്ച 100-300 ആൾക്കാർ കണ്ടോളൂ. ബുദ്ധിമുട്ടല്ലേ? ഉറക്കം മിസ്സായ ബുദ്ധിമുട്ട്, ഫുഡ് മിസ്സായ ബുദ്ധിമുട്ട്, പള്ളിയിലെ ജമാഅത്ത് മിസ്സായാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ എനിക്ക് ഏറ്റവും കൺകുളിർമയുള്ളത് പടച്ച റബ്ബിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ നമസ്കാരം നന്നാവാൻ റസൂലുള്ളാഹി കൊടുത്ത അഡ്വൈസ്, അവസാനത്തെ നമസ്കാരം പോലെ ആയിരിക്കണം നിന്റെ നമസ്കാരം നീ നിർവഹിക്കേണ്ടത്. മുഅ്മിനായ മനുഷ്യന്റെ നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. അത് ഏറ്റവും ഇമ്പോർട്ടന്റാ. അതുകൊണ്ട് ആ ചിത്രപ്പണികളുള്ള മുസല്ലയിൽ നിസ്കരിക്കരുത്, ചിത്രപ്പണിയുള്ള വസ്ത്രത്തിൽ നിസ്കരിക്കരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന പോലത്തെ സംസാരിക്കരുത്, ഖുർആൻ ഓതരുത്, അല്ലെ? മാലിന്യങ്ങളും ദുർഗന്ധങ്ങളും പള്ളിയിലേക്ക് വഹിച്ചു കൊണ്ടുവരരുത്. ഇതൊക്കെ പറഞ്ഞ എന്തുകൊണ്ടാ? നിസ്കാരം അത്രയും ശാന്തമായി കാമായി നിർവഹിക്കേണ്ട സാധനം. ഒരു കളഞ്ഞുപോയ സാധനം പോലും പള്ളി വെച്ച് ചോദിക്കാൻ പാടില്ല. എന്ത്? പള്ളി ആരാധനയ്ക്ക് ശാന്തമായിരിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, പള്ളിയിൽ അറബി അല്ലാതെ സംസാരിക്കരുത്. എന്താ ഇതിന്റെ അർത്ഥം? നാട്ടിർത്തനം പറയുന്നതിന്റെ അർത്ഥം അറബിയാണ്. ഖുർആനും ദിക്റും ദുആയും നിസ്കാരമൊക്കെ ഫുൾ അറബിയിലാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ അറബി അല്ലാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. പള്ളി അത്രയും ശാന്തമായിരിക്കണം. ആരാധനകൾക്ക് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകരുത്, സംഘട്ടനങ്ങൾ ഉണ്ടാകരുത്, പിടിച്ചു പറയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വക്കാണങ്ങളുടെയും ഇടം പള്ളിയല്ല. ആരാധന ശാന്തമായി നിർവഹിക്കേണ്ട ഇടമാണ് പള്ളി. അതുകൊണ്ട് ആ നമസ്കാരം ശാന്തമായി കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് പറ്റണം. സഹോദരങ്ങളെ, ജീവനുള്ള സമയത്തെ നിസ്കരിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ നിസ്കാരമല്ല. ബാങ്ക് കൊടുക്കുമ്പോൾ കബറാളികൾ എണീറ്റ് നിന്ന് നിസ്കരിക്കുന്നില്ല. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധ കാണിക്കുകയും ഓരോ നിസ്കാരവും എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധത്തോടുകൂടെ മുന്നോട്ട് പോവുകയും പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന ചിന്തയോടുകൂടെ താല്പര്യത്തോടുകൂടെ നമ്മുടെ മനസ്സും കണ്ണും കാതുമൊക്കെ അള്ളാഹിലേക്ക് തിരിച്ചുവെച്ച് പാരായണം ചെയ്യുന്നതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നിലക്ക് ഭയഭക്തപൂർണമായ നമസ്കാരം നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒന്നാമത്തെ വസിയ്യത്ത്, നീ വിടവാങ്ങുന്നവനെ പോലെ നിസ്കരിക്കണം. രണ്ടാമത്തെ വസിയ്യത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തുകല്ലിം ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദാ. നീ സംസാരിക്കുമ്പോ നാളെ ക്ഷമ ചോദിക്കേണ്ട കോലത്തിൽ ആരോട് സംസാരിക്കരുത്. ഞാൻ ഇന്നലെ ഇങ്ങനെ ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞു, ഏതാണ് ഇതിനോട് ക്ഷമിക്കണം.
ഇങ്ങനെ അലക്ഷ്യമായി നീ സംസാരിക്കരുത്. നാളെ സോറി പറയേണ്ടി വരുന്ന കോലത്തിൽ നീ സംസാരിക്കരുത്. സോറി പറയേണ്ടതില്ലാത്ത വിധം സംസാരം മാന്യമായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പലപ്പോഴും വൈകാരികതയെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സംസാരം, കൂട്ടുകാരും സഹപ്രവർത്തകരും നാട്ടുകാരും തമ്മിലുള്ള സംസാരം, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും തമ്മിലുള്ള സംസാരം, ഇവിടെയൊക്കെ പിന്നീട് സോറി പറയേണ്ട ഒരവസ്ഥ ഒരിക്കലും നാം ഉണ്ടാക്കി വെക്കരുത്. ഖുൽ ഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ ഇന്ന ശൈത്താന യൻസഉ ബൈനഹും ഇന്ന ശൈത്താന കാൽ ഇൻസാനി അദുവ്വ മുബീന. എന്റെ ദാസന്മാരോട് നബിയെ താങ്കൾ പറയുക, യഖൂലു ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വാക്കായിരിക്കണം സംസാരിക്കുന്നത്. നബിയുടെ വാക്ക് എങ്ങനെയായിരുന്നു? സുന്ദരമായിരുന്നു, ക്ലിയർ കട്ട്, ക്ലാരിറ്റിയുള്ള സംസാരമായിരുന്നു. പ്രവാചകന്റെ വാക്കുകളെ എണ്ണി എണ്ണി എടുക്കാമായിരുന്നു. കേൾക്കുന്നവർക്കത് ഗ്രാഹ്യമായിരുന്നു. റസൂലുള്ള ഖരീബായിരുന്നു, ഹയ്യിനായിരുന്നു, സഹിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുമായിട്ട് അടുത്ത് ഇടപഴകി ഏറ്റവും വിനയത്തിൽ സംസാരിച്ച് ഏറ്റവും നല്ല ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്ന ആളായിരുന്നു. ആ 3 ക്വാളിറ്റി ഉണ്ടായാൽ എന്താ? ഹറമഹുല്ലാഹു അലന്നാർ, അല്ലാഹ് അവന് നരകം ഹറാമാക്കിയിരുന്നതാണ്. ഖരീബ്, ഹയ്യിനുൻ, സഹ്ലൻ, 3 ക്വാളിറ്റീസ്. സുഹൃത്തുക്കളെ, സംസാരം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഉണ്ടാകാൻ കാരണം ഹസാഇദി അൽസിനതികും, മനുഷ്യരുടെ നാവുകൾ കൊയ്തെടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നാം പറയുന്ന വാക്കിന്റെ ഉത്തരവാദി നാമാണ്. നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ എന്താഘാതമുണ്ടാക്കുന്നോ അതിന്റെ ഉത്തരവാദിയും നാമാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ മസ്ലഹത്തിനുള്ളതാകണം, മഫ്സദത്തിനുള്ളതാകരുത്. കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള വാക്കുകളല്ല. ഒരു യോഗത്തിലിരുന്ന് നാം ഒരു അഭിപ്രായം പറയുമ്പോൾ അത് മഫ്സദത്തുണ്ടാക്കുമോ മസ്ലഹത്തുണ്ടാക്കുമോ എന്ന് നാം ചിന്തിക്കണം. അത് മഫ്സദത്തിനാണ്, ഫസാദിനാണ് കാരണമാകുന്നതെങ്കിൽ ആ ഫസാദിന്റെ പരിണിത ഫലം ദുനിയാവിൽ അനുഭവിക്കും, ഖബറിൽ അനുഭവിക്കും, പരലോകത്ത് അനുഭവിക്കും. നമ്മൾ കാണുന്നില്ലേ, ഫസാദുകൾക്ക്, ഫിത്നകൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ എവിടെ പോയി? അവരെവിടെ പോയി? അവരെക്കുറിച്ച് ആരും അറിയുന്നില്ലല്ലോ, അവരെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ, അവരെ എവിടെയും കാണുന്നില്ലല്ലോ. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാളും വലിയ പ്രശ്നമാണ് ഫിത്ന ഉണ്ടാക്കുക എന്നത്. ശിർക്ക് മുതൽക്ക് താഴോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഫിത്നയാണ്. അതുണ്ടാക്കാൻ നാം ശ്രമിക്കരുത്. നാവുകൾ പടച്ചുവിടുമ്പോൾ ശ്രദ്ധിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ മൻ നജാ യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് വിജയം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അംസിക് ലിസാനക അലൈക്, നിന്റെ നാവിനെ നിനക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കണം. പണ്ഡിതന്മാർ പറയാം, ബുദ്ധിമാന്റെ നാവ് അവന്റെ ബുദ്ധിക്ക് പിന്നിലായിരിക്കും, ജാഹിലിന്റെ നാവ് അവന്റെ ബുദ്ധിയുടെ മുന്നിലായിരിക്കും. ഓൻ പറഞ്ഞിട്ടാ ചിന്തിക്കുക, ഞാൻ എന്താ പറഞ്ഞു പോയത്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ, എന്റെ അമ്മയല്ലേ, എന്റെ ഭാര്യയല്ലേ, എന്റെ മക്കളല്ലേ, എന്റെ ബോസല്ലേ, എന്റെ നാട്ടുകാരനല്ലേ, എന്റെ ബന്ധുവല്ലേ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ. പറഞ്ഞു കഴിഞ്ഞിട്ടോ ചിന്തിക്കുക. ബുദ്ധിമാൻ പറയാൻ തോന്നുമ്പോൾ അവന്റെ ബുദ്ധിയോട് ചോദിക്കും, ഇത് പറഞ്ഞാൽ ഗുണമാണോ ദോഷമാണോ, ദുനിയവിയായി ഉഖ്റവിയായി, എന്നിട്ട് അവൻ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് വാക്കുകളെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ കുറ്റം പറയുന്ന, കളവ് പറയുന്ന, മറ്റുള്ള അപകീർത്തിപ്പെടുത്തുന്ന, കൊച്ചാക്കി കാണുന്ന, ആളുകളുടെ ഇടയിൽ വെച്ച് പരിഹസിക്കുന്ന, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്ന, ഇതൊന്നും ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. മനുഷ്യന്റെ മനസ്സിന്റെ വേദന അത് പ്രാർത്ഥനയായി ഉയർന്നാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ ഉത്തരമുണ്ട്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം വലൈസ ബൈനഹു വബൈന അല്ലാഹി ഹിജാബ്. ഉപദ്രവിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. നാവാകുന്ന ആയുധങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ വ്രണമുണ്ടാക്കിയാൽ ആ വ്രണത്തിൽ നിന്ന് കൈകളുയർത്തി അല്ലാഹുവിലേക്ക് പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചാൽ അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നാവിനെ ശ്രദ്ധിക്കണം, വാക്കിനെ ശ്രദ്ധിക്കണം. വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, ഏറ്റവും നല്ല വാക്കായിരിക്കണം നിങ്ങൾ പറയേണ്ടത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തി. മാത്രവുമല്ല, നാവ് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു പറഞ്ഞു, കുഫ്ഫ അൻക ഹാദാ, ഈ നാവിനെ നിങ്ങൾ പിടിച്ചു വെക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഉപദേശം, നാളെ സോറി പറയേണ്ട കോലത്തിൽ നീ ആരോടും സംസാരിക്കരുത്. പണ്ഡിതന്മാർ പറഞ്ഞെന്തറികള്, സംസാരിക്കാൻ പഠിച്ചതുപോലെ തന്നെ മിണ്ടാതിരിക്കാനും പഠിക്കണം.
സംസാരിക്കാൻ പഠിച്ചതുപോലെ തന്നെ മിണ്ടാതിരിക്കാനും പഠിക്കണം. എല്ലായിടത്തും മിണ്ടാൻ പറ്റൂല, എല്ലായിടത്തും പറയാൻ പറ്റൂല. ചില സ്ഥലത്ത് നമ്മൾ മൗനം ദീക്ഷിക്കേണ്ട സമയമുണ്ടാകും. അതുകൊണ്ട് സംസാരം പതിയെ പതിയെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വളർന്നതാണ് സംസാരമെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ നമ്മൾ പഠിക്കണമെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമസ്കാരം എന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന കോലത്തിൽ നീ നിസ്കരിക്കണം. നാളെ സോറി പറയേണ്ട കോലത്തിൽ നീ ആരോടും സംസാരിക്കാതെ മാന്യമായി സംസാരിക്കണം. ഈ രണ്ട് ഉപദേശമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആദ്യം നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശം പാലിക്കാൻ നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കൂടെ പഠിച്ചവരെയോ കുടുംബത്തിലുള്ളവരെയോ നാട്ടുകാരെയോ മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത്, എന്താ ചെയ്യുന്നത്? ഞാൻ ഇന്ന കമ്പനിയിലാണ്, എത്ര ശമ്പളമാണ്, ഇന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ ആളുകൾ സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ചിന്തിക്കും, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ഉപദേശം, ജനങ്ങളുടെ കൈകളിലുള്ളതിനെ നീ മോഹിക്കാതിരിക്കുക. ജനങ്ങളുടെ കൈകളിലുള്ളതിനെ നീ മോഹിക്കാതിരിക്കുക. ജനങ്ങൾക്ക് കിട്ടിയത് ഓർത്തിട്ട് അവർ നേടുന്ന നേട്ടങ്ങൾ കണ്ടിട്ട് അവരുടെ സൗകര്യങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾ നിരാശപ്പെടും. ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ യൂസുഫിനെയും പിന്നീട് നഷ്ടപ്പെട്ടു പോയ ബിന്യാമീനെയും തെരഞ്ഞു പോകാൻ വേണ്ടിയിട്ട് യാക്കൂബ് എന്ന സ്നേഹനിധിയായ പിതാവ് 10 സഹോദരങ്ങളെ പറഞ്ഞയക്കുമ്പോൾ കൊടുത്ത ഉപദേശമാണ് ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. അല്ലാഹു നൽകുന്ന ആശ്വാസത്തിൽ നീ നിരാശപ്പെടരുത്. വർദ് ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്ന നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറക്ക് കൊടുത്ത 5 ഉപദേശത്തിലെ 5ാമത്തെ ഉപദേശം, വർദ് ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്ന നാസ്. പടച്ച റബ്ബ് നിനക്ക് വീതം വെച്ച് നൽകിയതെന്താണോ അതിൽ നീ തൃപ്തിപ്പെടണം. ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ് വലകിനൽ ഗിന ഗിന നഫ്സ്. എന്റെ റബ്ബ് എനിക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ആഫിയത്ത് നൽകി, ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, സ്വാതന്ത്ര്യം നൽകി. അല്ലേ, അതിർത്തിയിൽ യുദ്ധം നടക്കുമ്പോ നമ്മുടെ ഉള്ളിലെ ആദി എന്താണ്? പടച്ച റബ്ബേ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്ന് അത് നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നുവെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് നൽകിയത് എന്തെല്ലാമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ചിന്തിക്കണം. വസ്കുറൂ ലില്ലാഹ്. അല്ലാഹുവിന് നിങ്ങൾ ശുക്ർ കാണിക്കുന്നവരാകണം. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറൂ നിഅമതല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം. നിന്നേക്കാൾ ചെറിയ വീട്ടിൽ, ചെറിയ സൗകര്യത്തിൽ, ചെറിയ ജോലിയിൽ 4-5 മക്കളെ ചേർത്ത് പിടിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ, നിന്നേക്കാളും ആരോഗ്യമില്ലാതെ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് വലഞ്ഞ് കഷ്ടപ്പാടോടുകൂടെ കഴിച്ചു കൂട്ടുന്ന സഹോദരങ്ങൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പട്ടിണിയുടെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, യുദ്ധത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും തിന്നു തീർക്കുന്ന മനുഷ്യരൂപങ്ങൾ, അവരെ ഓർക്കുമ്പോ നമുക്ക് സമാധാനം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളുടെ കൈകളിലുള്ളതിനെക്കുറിച്ച് ഓർത്തിട്ട് നീ നിരാശപ്പെടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മേന്മകളെക്കുറിച്ച്, ഗുണഗണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, ആലോചിക്കാൻ, അതിന് പടച്ച റബ്ബിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ. എന്തുമാത്രം ചൂടാണ് അല്ലെ? ആളുകളെല്ലാം പറയുന്നു ചൂട് കഠിനമാണ്. ഈ ചൂടത്തൊരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ, അല്ലെ, ദാഹിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ, വെള്ളം കിട്ടിയോ? അൽഹംദുലില്ലാഹ്. കിട്ടിയ വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിലോ? എത്ര രോഗികളുണ്ട് ഒരു ദിവസം വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം വെള്ളം കുടിക്കാൻ ഡോക്ടർമാർ വിധി എഴുതി. എത്ര രോഗികളുണ്ട്?
അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടി എന്നത് അനുഗ്രഹമാണ്, അത് കുടിക്കാൻ പറ്റിയെന്നത് അനുഗ്രഹമാണ്, അത് കുടിച്ചപ്പോൾ ദാഹം മാറി എന്നത് അനുഗ്രഹമാണ്. ദാഹരോഗം ബാധിച്ച മനുഷ്യന്മാരുണ്ട്, എത്ര കുടിച്ചാലും അവർക്ക് ദാഹം മാറൂല. അപ്പോൾ ഒരു വെള്ളം തന്നെ ധാരാളം അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ നാം എന്തിന് നിരാശപ്പെടണം? നാം എന്തിന് കിട്ടിയതിനെ മറന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം? സുഹൃത്തുക്കളെ, മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതിഷ്ഠിക്കാനും ആ റബ്ബിലേക്ക് മനസ്സിനെ ചേർത്തു വെക്കാനും ആ റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ആ റബ്ബെനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ശുക്ർ കാണിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ദാസനാകണ്ടേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പ്രവാചകൻ കിടന്നത് നമ്മൾ കിടക്കുന്ന മെത്തയിലല്ല, ഈത്തപ്പനയുടെ ഓലയിലാണ്. പ്രവാചകൻ കഴിച്ചത് മന്തിയും ബിരിയാണിയുമല്ല, പ്രവാചകൻ കഴിച്ചത് ഉണക്ക റൊട്ടിയാണ്. മരിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ വീട്ടിലെ ഭക്ഷണം തീർന്നുപോയിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് സ്വതന്ത്ര ഭൂമിയിലല്ല. 13 കൊല്ലം കഠിനമായ പീഡനങ്ങളും യാതനകളും കഷ്ടപ്പാടുകളും ആരോപണങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. എന്നിട്ടും റസൂലുള്ളാഹി ചോദിച്ചത് അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ളൊരു ദാസനായി മാറണ്ടേ എന്ന്. സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ മാന്യനായി ജീവിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആരാധനകൾ ചിട്ടയായി വൃത്തിയായി ഭയഭക്തിയോടെ നിർവഹിച്ച് കണ്ണിനെയും കാതിനെയും മനസ്സിനെയും അവയവങ്ങളെയും എല്ലാം കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ സ്വാലിഹായി മുഅ്മിനായി നമുക്കെല്ലാവർക്കും ജീവിച്ചു മരിക്കാൻ സാധിക്കണം. അതിലേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 3 ഉപദേശങ്ങൾ നാം ചേർത്ത് വെക്കുന്നത്. നമസ്കാരം ഇതവസാനത്തേതാണെന്ന് നീ ചിന്തിക്കണം, ഓർത്ത് നിസ്കരിക്കണം. നാളെ സോറി പറയേണ്ട കോലത്തിൽ നീ ആരോടും സംസാരിക്കരുത്, നിന്റെ സംസാരം മാന്യമാകണം. അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ മോഹിക്കരുത്, അതോർത്ത് നീ നിരാശപ്പെടരുത്. നിന്റെ കയ്യിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിന് ശുക്ർ കാണിക്കാനും അതിൽ അഭിവൃദ്ധിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും നാം തയ്യാറാകണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ 3 ഉപദേശത്തിനും വേറെ ഒരു ബന്ധം കൂടെ ഉണ്ട്. ഒന്നാമത്തത് അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണ് നിസ്കാരം. രണ്ടാമത്തത് ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ജനങ്ങളുള്ള സംസാരം. മൂന്നാമത്തത് നമ്മളും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹുമായി നല്ല നിലക്ക് നിസ്കരിക്കാൻ പറ്റിയാൽ മനസ്സ് സന്തോഷമാകും. ആളുകളോട് മാന്യമായി പെരുമാറാൻ പറ്റിയാൽ സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും അനുകൂലമാകും. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ, ഓവർ തിങ്കിങ്, ഇതൊഴിവാക്കിയാൽ ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാറ്റി കിട്ടിയതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സും സമാധാനമാകും. അപ്പോൾ ഈ 3 ഉപദേശം ജീവിതത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകുന്ന 3 ഉപദേശമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ഉപദേശത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാവൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട സ്വർഗീയരായ ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൽമും ഈമാനും തഖ്വയും ഇഖ്ലാസും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അവശേഷിക്കുന്ന ഓരോ സെക്കൻഡുകളും പടച്ച റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, ദിക്റെടുക്കാൻ, ശുക്ർ കാണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് നമുക്ക് നൽകിയ മക്കൾ, സമ്പത്ത്, കുടുംബം, ആരോഗ്യം, അറിവ്, കഴിവ് എല്ലാറ്റിലും അള്ളാഹു ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ ദുരന്തങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. നാം ആഗ്രഹിക്കുന്ന നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. രാജ്യത്ത് സമാധാന അന്തരീക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സംജാതമാക്കുമാറാവട്ടെ. രാജ്യത്ത് അനൈക്യവും ചിത്രതയും കലാപവും വിലക്കാൻ ബോധപൂർവമായി അജണ്ട മെനയുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബോധപൂർവമായി സംഘടനകൾക്ക് അവസരമുണ്ടാക്കുന്നവർക്ക് അള്ളാഹു തിരിച്ചറിവ് നൽകുമാറാവട്ടെ. അള്ളാഹു അവർക്ക് തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ തന്ത്രങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും രക്ഷയും സ്വാതന്ത്ര്യവും നൽകുമാറാവട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പിച്ചവച്ച് നടക്കുന്ന പിഞ്ചുമക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകട്ടെ. അവരുടെ നേരെ ആയുധങ്ങൾ കൊണ്ട് ക്രൂരത കാണിക്കുന്ന ഇസ്രായേലിന് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാന അന്തരീക്ഷം കെട്ടിപ്പടുക്കുമാറാവട്ടെ.
എല്ലാ നിലക്കും സാഹോദര്യത്തോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ പടച്ചറബ് തുണയ്ക്കുമാറാവട്ടെ. ഏത് നിമിഷം മരിച്ചാലും പടച്ചറബിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിലേക്കുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ പടച്ചറബ് തുണയ്ക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് നിർവഹിക്കേണ്ട ബാധ്യതകളെല്ലാം വൃത്തിയായി വെടിപ്പായി നിർവഹിച്ച് പടച്ചറബിന്റെ മുന്നിൽ ഭയമില്ലാതെ എണീറ്റ് നിൽക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മരണമില്ലാത്ത ലോകത്ത് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും മാറ്റിപ്പാർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗക്കാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.